ഹായ്, ഇതാണ് ഞങ്ങളുടെ ശാസ്താംകോട്ടയിലെ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. ശാസ്താംകോട്ടയിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിൻ്റെ 3 ഭാഗത്തും ശാസ്താംകോട്ട കായലാണ്. ഈ ക്ഷേത്രത്തിൽ വസിക്കുന്ന വാനരന്മാരെപ്പറ്റി പ്രസിദ്ധമാണ്. ലാലേട്ടൻ നമ്മുടെ ബിഗ് ബോസിനകത്ത് ഇവിടുത്തെ വാനരന്മാരെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഇവിടുത്തെ പ്രതിഷ്ഠയായ ധർമ്മശാസ്താവിൻ്റെ സേവകരാണ് വാനരന്മാർ. കേരളത്തിലെ പ്രാചീനമായ 5 ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഭാര്യയായ പ്രഭാദേവിയോടും സത്യകൻ എന്ന മകനോടും കൂടി വസിക്കുന്ന ശ്രീ ധർമ്മശാസ്താവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ശിവൻ, ഗണപതി എന്നിവരാണ് ഉപദേവതകൾ. പിന്നെ ഇവിടുത്തെ ഐതിഹ്യം ധാരാളം ഉണ്ടെങ്കിലും അതിലൊന്ന്, ശ്രീരാമൻ തൻ്റെ പത്നി സീതയോടും സഹോദരൻ ലക്ഷ്മണനോടും കൂടി രാവണ നിഗ്രഹം കഴിഞ്ഞ ശേഷം ഈ വഴി വന്നപ്പോൾ ശാസ്താവിനെ കണ്ടു വണങ്ങി എന്നുള്ളതാണ്. ഇവിടുത്തെ ഉത്സവം 10 ദിവസം നീളുന്ന വളരെ വലിയൊരു ഉത്സവമാണ്. കൊടിയേറ്റ് കൊണ്ട് തുടങ്ങും. കുംഭത്തിലെ ഉത്തരനാളിലാണ് ആറാട്ട് നടത്തുന്നത്. 10ാമത്തെ ദിവസം ഗംഭീര കെട്ടുകാഴ്ചയോടുകൂടി ഉത്സവം സമാപിക്കും. ഞങ്ങളൊക്കെ പോയി കാണാറുണ്ട് ഫ്രണ്ട്സ്. ഉത്സവമൊക്കെ വളരെ വലിയ ഉത്സവമാണ്. പിന്നെ എനിക്ക് ഇതിൻ്റെ ക്ഷേത്രത്തെ പറ്റിയൊക്കെ പറയാൻ എനിക്കറിയത്തില്ലായിരുന്നു. എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണേ ഫ്രണ്ട്സ്. നമുക്ക് ക്ഷേത്രമായതുകൊണ്ട് തന്നെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലല്ലോ, നമ്മൾ ഈ കാണുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി വലിയ അറിവില്ലാത്തത്. എന്തെങ്കിലും അറിവുകേടിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരണേ. ഇത് ഞങ്ങളുടെ കുട്ടികളുടെ ഒരാഗ്രഹത്തിന് വേണ്ടി തുടങ്ങിയ ഒരു ചാനലാണിത്. എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.